ഹായ് മക്കളെ, ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റാണ് ടെൻഡർ ഷൂട്ട്സ്. അതിൽ വരുന്ന ആദ്യത്തെ കവിതയാണ് ദ മൂൺ. അതിലെ ആക്ടിവിറ്റീസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ആക്ടിവിറ്റി, ലെറ്റ്സ് എക്സ്പ്ലോർ ദി പോം. ആ പോവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹാവ് യു എവർ വാക്ക്ഡ് ഇൻ ദ മൂൺലൈറ്റ്? നിങ്ങൾ എപ്പോഴെങ്കിലും മൂൺലൈറ്റ് എന്ന് പറഞ്ഞാൽ നിലാവ് അല്ലേ, മൂണിൻ്റെ വെളിച്ചം, മൂൺലൈറ്റിൽ നടന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കാം. വാട്ട് ഡു യു ഫീൽ വെൻ യു സീ ദ മൂൺ ഇൻ ദ സ്കൈ? നിങ്ങൾക്ക് ആകാശത്ത് മൂണിനെ കാണുമ്പോൾ എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്, എന്താണ് തോന്നിയിട്ടുള്ളത്? അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് എന്താ കൊടുക്കുന്നത്? ഐ ഫീൽ ഹാപ്പി ടു സീ ദ ഷൈനിങ് മൂൺ ഇൻ ദ സ്കൈ. എനിക്ക് ആകാശത്തെ തിളങ്ങുന്ന മൂണിനെ കാണുമ്പോൾ സന്തോഷമാണ് തോന്നിയിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2, വാട്ട് ഈസ് ദ മൂൺസ് ഫേസ് കമ്പയർഡ് ടു? മൂണിൻ്റെ ഫേസ് എന്തിനോടാണ് കമ്പയർ ചെയ്തത്, താരതമ്യം ചെയ്തിട്ടുള്ളത്? അപ്പോൾ നമുക്കിതിൻ്റെയൊക്കെ ആൻസേഴ്സ് ഈ കവിത വായിച്ചാൽ തന്നെ കിട്ടും. അപ്പോൾ എന്തിനോടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്? ദ മൂൺസ് ഫേസ് ഈസ് കമ്പയർഡ് ടു ദ ക്ലോക്ക് ഇൻ ദ ഹാൾ. ഹാളിൽ ഉള്ള ക്ലോക്കിൻ്റെ ഫേസും ക്ലോക്കുമായിട്ടാണ് മൂണിൻ്റെ ഫേസിനെ കമ്പയർ ചെയ്തിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3, വേർ അക്കോർഡിംഗ് ടു ദി പോയറ്റ് ഡു ബേർഡ്സ് സ്ലീപ്പ് അറ്റ് നൈറ്റ്? നമ്മുടെ പോയറ്റിൻ്റെ അഭിപ്രായത്തിൽ എവിടെയാണ് രാത്രി ബേർഡ്സ് ഉറങ്ങുന്നത്? ദ ബേർഡ്സ് സ്ലീപ്പ് ഇൻ ദ ഫോക്സ് ഓഫ് ദ ട്രീസ്. ട്രീസിൻ്റെ ഫോക്കിലാണ് ബേർഡ്സ് കിടന്നുറങ്ങുന്നത്. ഫോക്ക് എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഓരോ ട്രീസിൻ്റെയും അങ്ങനെ 2 കൊമ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആ ഭാഗത്തിനാണ് ഫോക്ക് എന്ന് പറയുന്നത്. അവിടെയാണ് ബേർഡ്സ് ഉറങ്ങുന്നത്. 4th ക്വസ്റ്റ്യൻ, where does the moon shine and spread its beautiful beam? മൂൺ അതിൻ്റെ നല്ല തിളങ്ങുന്ന ഭംഗിയുള്ള പ്രകാശം എവിടെയൊക്കെയാണ് പരത്തുന്നത്? The moon shines and spread its beautiful beams on the leaves, on the garden wall, the streets, fields and harbor quays. എവിടെയൊക്കെയാണ്? ഗാർഡൻ വാളിൽ കയറി നിൽക്കുന്ന തീവ്സിലും കള്ളന്മാരിലും, സ്ട്രീറ്റ്സ് തെരുവിലും, ഫീൽഡ്സ് പാടത്തും, ഹാർബർ ക്വേസ് കപ്പലുകൾ കയറ്റാനും ഇറക്കാനും ഒക്കെ ഉള്ള ആ ഒരു ലോഹനിർമ്മിതമായ ഹാർബറിൽ, അവിടെയൊക്കെയാണ് നമ്മുടെ മൂണിൻ്റെ ബീംസ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇനി 5th ക്വസ്റ്റ്യൻ, വൈ കുഡ് ദ ഡോഗ് ബി ഹൗളിംഗ് ബൈ ദ ഡോർ ഓഫ് ദി ഹൗസ്? എന്തുകൊണ്ടാണ് ഡോഗ് ഹൗസിൻ്റെ ഡോറിൽ, വീടിൻ്റെ വാതിൽക്കൽ നിന്നിട്ട് ഹൗൾ ചെയ്യുന്നത്? ഹൗൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരിയിടുക. ബിക്കോസ് ഓഫ് ദ ലവ് ഓഫ് ദ മൂൺ. മൂണിൻ്റെ സ്നേഹം കാരണമാണ് രാത്രിയിൽ അതുപോലെ നമ്മുടെ ഡോഗ്സൊക്കെ ഹൗൾ ചെയ്യുന്നത്, ഓരിയിടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6, വിച്ച് ആർ ദ ക്രീച്ചേഴ്സ് ദാറ്റ് ലൈക്ക് ടു സ്പെൻഡ് ടൈം ഇൻ ദ മൂൺലൈറ്റ്? മൂൺലൈറ്റിൽ നിലാവത്ത് സമയം ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ക്രീച്ചേഴ്സ്, ജീവികൾ ആരൊക്കെയാണ്? ദ സ്ക്വാലിംഗ് കാറ്റ്, സ്ക്വീക്കിംഗ് മൗസ്, ദ ഹൗളിംഗ് ഡോഗ് ആൻഡ് ദ ബാറ്റ്. ഇവരൊക്കെയാണ് നമ്മുടെ മൂൺലൈറ്റിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ക്രീച്ചേഴ്സ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു ദ ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻ സ്ലീപ്പ് ആൻഡ് ടേക്ക് റെസ്റ്റ്? എത്ര സമയമാണ് ഫ്ലവേഴ്സും കുട്ടികളും ഉറങ്ങുന്നതും റെസ്റ്റ് എടുക്കുന്നതും? ദ ഫ്ലവേഴ്സ് ആൻഡ് ദ ചിൽഡ്രൻ സ്ലീപ്പ് ടിൽ ദ മോർണിംഗ് സൺ അറൈസ്. രാവിലെ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് ഫ്ലവേഴ്സും ചിൽഡ്രനും റെസ്റ്റ് എടുക്കാനും ഉറങ്ങാനും ഒക്കെ ഇഷ്ടപ്പെടുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 1, ലുക്ക് അറ്റ് ദ വേർഡ്സ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ സൗണ്ട്സ് മെയ്ഡ് ബൈ ആനിമൽസ്. ആനിമൽസിൻ്റെ സൗണ്ടിനെ വിശദീകരിക്കാൻ വേണ്ടി, ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ബേർഡ്സാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്? ദ ചിർപ്പിംഗ് ബേർഡ്സ്, കലപില ശബ്ദമുണ്ടാക്കുന്ന പക്ഷികൾ. ദ ട്രംപറ്റിംഗ് എലഫൻസ്, ആന ചിഹ്നം വിളിക്കുന്നതിനാണ് ട്രംപറ്റിംഗ് എന്ന് പറയുക. അപ്പോൾ ചിഹ്നം വിളിക്കുന്ന എലഫൻസ്.
There are similar words in the poem that describe the sounds made by the animals. ഇതുപോലെ ആനിമൽസിൻ്റെ സൗണ്ടിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന, ആനിമൽസ് ഉണ്ടാക്കുന്ന ശബ്ദത്തെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കുകൾ നമ്മുടെ പോമിൽ കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? പിക്ക് ഔട്ട് ദോസ് വേർഡ്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. ആ വേർഡ്സ് പോമിൽ നിന്ന് എടുത്തിട്ട് താഴെ എഴുതണം. അപ്പോൾ അത് എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്ക്വാലിംഗ് കാറ്റ്, സ്ക്വീക്കിംഗ് മൗസ് ആൻഡ് ഹൗളിംഗ് ഡോഗ്. ഇത് കാറ്റിൻ്റെയും മൗസിൻ്റെയും ഡോഗിൻ്റെയും സൗണ്ടിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ആക്ടിവിറ്റി 2. മാച്ച് ദ ഫ്രേസസ് ഇൻ കോളം എ വിത്ത് ദോസ് ഇൻ കോളം ബി ആൻഡ് മേക്ക് കംപ്ലീറ്റ് സെൻറ്റൻസസ്. 2 കോളംസ് കൊടുത്തിട്ടുണ്ട്. കോളം എയും കോളം ബിയും. 2 കോളവും വായിച്ച് നോക്കിയിട്ട് കോളം എയിലെ ഫ്രേസസിന് മാച്ചായത് കോളം ബിയിൽ നിന്നും തിരഞ്ഞെടുത്ത് കറക്റ്റായ സെൻറ്റൻസ് എഴുതി പൂർത്തിയാക്കുക. അതാണ് ആക്ടിവിറ്റി 2. കറക്റ്റ് ഫ്രേസസ് മാച്ച് ചെയ്ത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ദ തീവ്സ് ആർ ഓൺ ദി ഗാർഡൻ വാൾ. തീവ്സ് എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ഗാർഡൻ വാളിൽ അല്ലേ. ദ ബേർഡ്സിന് മാച്ചായത് ദ ബേർഡ്സ് ആർ അസ്ലീപ് ഇൻ ദ ഫോക്സ് ഓഫ് ട്രീസ്. ട്രീസിൻ്റെ ഫോക്സിലാണ് ബേർഡ്സ് ഉള്ളത് അല്ലേ, ബേർഡ്സ് ഉറങ്ങുന്നത്. ദെൻ ദ ബാറ്റ്, വവ്വാലിന് മാച്ചായത് ഏതാണ്? ലൈസ് ഇൻ ബെഡ് അറ്റ് നൂൺ. ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുന്നത്, ബെഡിൽ കിടന്ന് ഉറങ്ങുക എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തത് ദ ഡോഗ് എന്താ ചെയ്യുന്നത്? ഡോഗിന് മാച്ചായത് ഏതാണ്? കോളം ബിയിൽ ഈസ് ഹൗളിംഗ് ബൈ ദ ഡോർസ് ഓഫ് ദി ഹൗസ്. വീടിൻ്റെ വാതിലിൻ്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്യുന്നു? ഹൗളിംഗ്, ഓരിയിടുന്നു അല്ലേ. ലാസ്റ്റ് വൺ ദ ചിൽഡ്രൻ, കുട്ടികൾ എന്ത് ചെയ്യാണ്? സ്ലീപ്പ് ടിൽ ദ സൺ റൈസസ്. സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങുന്നു. ഇത്രയുമാണ് ആക്ടിവിറ്റി 2. അടുത്ത ആക്ടിവിറ്റി 3. നമ്മൾ ഒരുപാട് തവണ ചെയ്ത് പരിശീലിച്ച ഒരു ആക്ടിവിറ്റിയാണ്. എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഹിയർ ആർ സം ബലൂൺസ്. ഇവിടെ കുറച്ച് ബലൂൺസ് കൊടുത്തിട്ടുണ്ട്. സം ആർ റെഡ്, സം ആർ ഗ്രീൻ. കുറച്ചെണ്ണം റെഡാണ്, കുറച്ചെണ്ണം ഗ്രീനുമാണ്. റൈമിംഗ് വേർഡ്സ് ആർ ഗിവൺ ഓൺ ദ ഗ്രീൻ ബലൂൺസ്. ഗ്രീൻ ബലൂൺസിൽ കൊടുത്തിട്ടുള്ളതെല്ലാം എന്താണ്? റൈമിംഗ് വേർഡ്സ് ആണ്. ദ വേർഡ്സ് ഓൺ ദ റെഡ് ബലൂൺസ് ഡു നോട്ട് റൈം. എന്നാൽ റെഡ് ബലൂൺസിൽ കൊടുത്തിട്ടുള്ളതോ റൈമിംഗ് വേർഡ്സ് അല്ല. ആഡ് റൈമിംഗ് വേർഡ്സ് ഓൺ ദ ഗ്രീൻ ബലൂൺസ് ഫ്രം ദി പോം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാ ഗ്രീൻ ബലൂൺസിലും നമ്മുടെ പോമിൽ നിന്നുള്ള റൈമിംഗ് വേർഡ്സ് കൊടുത്ത് ഫില്ല് ചെയ്യണം. അതാണ് ആക്ടിവിറ്റി 3. നമുക്ക് റൈമിംഗ് വേർഡ്സ് എന്താണെന്നറിയാം. ഒരേ സൗണ്ടിൽ അവസാനിക്കുന്ന വാക്കുകൾക്കാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ക്വേസ്, ട്രീസ് അല്ലേ, എസ് എന്നുള്ള സൗണ്ടിലാണ് ക്വേസ് എന്നുള്ളതും ട്രീസ് എന്നുള്ളതും എൻഡ് ചെയ്യുന്നത്. സോ ദേ ആർ റൈമിംഗ് വേർഡ്സ്. അവ എന്താണ്? റൈമിംഗ് വേർഡ്സ് ആണ്. ഇനി റെഡ് ബലൂണിൽ കൊടുത്തിട്ടുള്ളതോ ഫേസ്, തീവ്സ്. അതെന്തല്ല? റൈമിംഗ് വേർഡ്സ് അല്ല. ഇനി ഹോൾ എന്നുള്ളതിന് ഉള്ള റൈമിംഗ് വേർഡ് നമുക്ക് പോമിൽ നിന്ന് കണ്ടെത്തണം. അതുപോലെ ഡേ എന്നുള്ളതിനും കണ്ടെത്തണം. പിന്നെ മറ്റ് റൈമിംഗ് വേർഡ്സ് കണ്ടെത്തി ബാക്കി ഗ്രീൻ ബലൂൺസിൽ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അതാണ് ആക്ടിവിറ്റി 3. പോം വായിച്ച് നോക്കിയാൽ നമുക്ക് റൈമിംഗ് വേർഡ്സ് ഈസി ആയിട്ട് കിട്ടും. നമ്മൾ ഇവിടെ കണ്ടെത്തി എഴുതിയിട്ടുള്ളത് ഹോൾ, വാൾ, ഡേ, വേ, മൗസ്, ഹൗസ്, നൂൺ, മൂൺ, ഐസ്, അറൈസ്. ഇത്രയും റൈമിംഗ് വേർഡ്സ് ആണ് നമ്മുടെ പോമിൽ നിന്ന് നമ്മൾ കണ്ടെത്തി എഴുതിയിട്ടുള്ളത്. ഇനി ആക്ടിവിറ്റി 4. കളക്ട് സിമിലർ നേച്ചർ പോംസ്. ഇതുപോലെയുള്ള, നേരത്തെ നമ്മളൊരു പോം പഠിച്ചല്ലോ, ദ മൂൺ, അതുപോലെയുള്ള നേച്ചർ പോംസ് നമ്മൾ കണ്ടുപിടിക്കുക, കളക്ട് ചെയ്യുക, ശേഖരിക്കുക. റൈറ്റ് വൺ ഓഫ് ദം ബിലോ. താഴെ കൊടുത്തിട്ടുള്ള സ്പേസിൽ ഇവിടെ കുറച്ച് സ്ഥലം കൊടുത്തിട്ടുണ്ട് എഴുതാനുള്ളത് താഴെ. അവിടെ എന്ത് ചെയ്യുക? എഴുതുക. എന്നിട്ടോ റിസൈറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. അത് ക്ലാസ്സിൽ പാടി അവതരിപ്പിക്കുക. അതാണ് ആക്ടിവിറ്റി 4.
ഇത് ഒരു നേച്ചർ പോമാണ്. ഇതുപോലെ വേറെയും ഒരുപാട് നേച്ചറിനെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ചുള്ള പോംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കളക്ട് ചെയ്ത് എഴുതാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോം മാത്രം എഴുതിയാൽ മതി. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതെഴുതാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നേച്ചർ പോംസ് കളക്ട് ചെയ്ത് എഴുതാം. ഇനി ഇതിലെ ലാസ്റ്റ് ആക്ടിവിറ്റി, നേച്ചർ ഈസ് ബ്യൂട്ടിഫുൾ. നേച്ചർ, പ്രകൃതി എന്താണ്? ബ്യൂട്ടിഫുൾ ആണ്, മനോഹരിയാണ്. ബട്ട് ഇഫ് വി ഹാം നേച്ചർ, നമ്മൾ പ്രകൃതിയെ ദ്രോഹിക്കുകയാണെങ്കിൽ, അതിന് ബുദ്ധിമുട്ടുകൾ വരുത്തുകയാണെങ്കിൽ, ഇറ്റ് വിൽ ഷോ അസ് ഇറ്റ്സ് സ്കാരി ഫേസ്, അത് അതിൻ്റെ ഭീകരമുഖം കാണിക്കും അല്ലേ? വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ഹാം നേച്ചർ? പ്രകൃതിയെ ദ്രോഹിക്കുന്ന മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അടുത്തത്, വാട്ട് കുഡ് ബി ദ കോൺസീക്വൻസസ്? കോൺസീക്വൻസസ് എന്ന് പറഞ്ഞാൽ പ്രത്യാഘാതങ്ങൾ. പ്രകൃതിയെ നമ്മൾ ദ്രോഹിക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ? അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി മൂന്നാമത്തെ കൊടുത്തിട്ടുള്ളത് എന്താണ്? ഹിയർ ഈസ് എ ന്യൂസ് റിപ്പോർട്ട്, പ്ലീസ് റീഡ് ഇറ്റ്. ഇവിടെ നമുക്കൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തന്നിട്ടുണ്ട്, അത് വായിച്ചു നോക്കാനാണ് പറയുന്നത്. അതിനു മുൻപ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സൊക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ഹാം നേച്ചർ? പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്ന മനുഷ്യൻ്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണ്? അപ്പോൾ എന്തൊക്കെയാണ്? വാട്ടർ പൊല്യൂഷൻ, കട്ടിംഗ് ഓഫ് ട്രീസ്, ഫില്ലിംഗ് ഓഫ് ഫീൽഡ്സ്, യൂസ് ഓഫ് പ്ലാസ്റ്റിക് അല്ലേ? ഇത് മാത്രമല്ല, ഇനിയും ഉണ്ട് ഒരുപാട്, കുറച്ച് മാത്രമേ ഇതിൽ എഴുതിയിട്ടുള്ളൂ. ഒന്നുകൂടി പറയാം. വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണം, കട്ടിംഗ് ഓഫ് ട്രീസ്, മരങ്ങൾ മുറിച്ച് കളയുന്നത്, ഫില്ലിംഗ് ഓഫ് ഫീൽഡ്സ്, പാടങ്ങളൊക്കെ മണ്ണിട്ട് നികത്തി അവിടെയൊക്കെ ബിൽഡിങ്ങുകളും വീടുകളൊക്കെ പണിയുന്നത്, യൂസ് ഓഫ് പ്ലാസ്റ്റിക്, പ്ലാസ്റ്റിക്കിൻ്റെ അമിതമായ ഉപയോഗം അല്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് കുഡ് ബി ദ കോൺസീക്വൻസസ്? അപ്പോൾ ഇത്തരം പ്രവൃത്തികളുടെ ഒക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും അല്ലേ? പ്രകൃതിക്ക് ദോഷകരമായി ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്താൽ അതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിരിക്കും. അവ എന്തൊക്കെയാണ്? ഗ്ലോബൽ വാർമിംഗ്, ലാൻഡ് സ്ലൈഡ്സ്, ഫ്ലഡ്, സ്പ്രെഡിങ് ഓഫ് ഡിസീസസ്. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്ന ഒരവസ്ഥയാണ് ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം. ലാൻഡ് സ്ലൈഡ്സ്, നമ്മളിപ്പോൾ ഒരുപാട് കേട്ടു. ലാൻഡ് സ്ലൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണിടിച്ചിലും അതുപോലെ ഉരുൾപൊട്ടലൊക്കെയാണ് ലാൻഡ് സ്ലൈഡ്സ്. ഫ്ലഡ്, വെള്ളപ്പൊക്കം. സ്പ്രെഡിങ് ഓഫ് ഡിസീസസ്, ഒരുപാട് പകർച്ചവ്യാധികൾ പരക്കും. നമ്മുടെ നാട്ടിൽ ഒരുപാട് പകർച്ചവ്യാധികൾ വെള്ളം കെട്ടിക്കിടക്കുന്നിടത്ത് നിന്നാണെങ്കിലും അതുപോലെ പ്ലാസ്റ്റിക്കുകൾ ഒരുപാട് ഉപയോഗിക്കുന്നത് കൊണ്ടാണെങ്കിലും ഒരുപാട് അസുഖങ്ങൾ നമ്മുടെ നാട്ടിൽ പരക്കും. ഇതെല്ലാം ഇതിൻ്റെ കോൺസീക്വൻസസ് ആണ്. അടുത്തത് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്, അത് നമുക്കൊന്ന് വായിക്കാം. ഫ്ലഡ്സ് പ്ലേ ഹാവോക്ക് വിത്ത് ലൈവ്സ് ഇൻ കേരള. കേരളത്തിലെ ജീവിതം പ്രളയം തകർത്തു. അതായത് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ പ്രളയം എന്ത് ചെയ്തു? തകർക്കുന്നു എന്നതാണ് നമ്മുടെ ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ ഹെഡിങ്. തിരുവനന്തപുരം, അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റെയിൻ സ്റ്റോംസ് ആൻഡ് ഫ്ലഡ്സ് ദിസ് പാസ്റ്റ് വീക്ക് took a toll of 200 lives so far, officials stated here on Monday. തിരുവനന്തപുരത്ത് നിന്നുമുള്ള ഒരു റിപ്പോർട്ടാണ്. മഴയും കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും കൊണ്ട്, ഈ കഴിഞ്ഞ ആഴ്ച നടന്ന മഴയും വെള്ളപ്പൊക്കവും ഒക്കെ കൊണ്ട് എന്താണ് 200 ആളുകളുടെ ജീവനുകൾ പൊലിഞ്ഞു എന്നാണ് പറയുന്നത്. അധികാരികൾ ഈ സ്ഥലം കഴിഞ്ഞ തിങ്കളാഴ്ച സന്ദർശിച്ചു. Giving a roundup of the havoc across districts, officials said several houses collapsed and hundreds of people have been rendered homeless. എന്താണ്? ജില്ലയിലുടനീളം ദുരന്തത്തെക്കുറിച്ചുള്ള ഒരു റൗണ്ടപ്പ് നടക്കുന്നു. അതായത് ജില്ലയിലുടനീളം എത്രത്തോളം ഈ ഒരു ദുരന്തം ബാധിച്ചു എന്നതിനെക്കുറിച്ചുള്ള ഒരു സർവേ നടക്കുന്നു. അത് പ്രകാരം നിരവധി വീടുകൾ തകരുകയും 100 കണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. പിന്നെയോ, റോഡ്സ് ആർ ഫ്ലഡഡ് ഇൻ ലോ ലയിങ് ഏരിയാസ്.
ലീഡിങ് ടു ദ സസ്പെൻഷൻ ഓഫ് റോഡ് ട്രാഫിക്. താഴ്ന്ന പ്രദേശങ്ങളിലെ റോഡുകളിലെല്ലാം വെള്ളം കയറി റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. റെയിൽ സർവീസസ് ടു റിമെയിൻഡ് സസ്പെൻഡഡ് ഫോർ 2 days. റെയിൽവേ സർവീസുകളും 2 ദിവസത്തേക്ക് തടസ്സപ്പെട്ടു. അതുപോലെ ടെലികമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ് were snapped at many places due also to the fall of trees. മരങ്ങൾ വീണത് കാരണം നിരവധി സ്ഥലങ്ങളിൽ ടെലികമ്മ്യൂണിക്കേഷൻ സേവനങ്ങൾ മുടങ്ങി. The lines are being restored, officials said. പൊട്ടിയ ലൈനുകളെല്ലാം ഉടനെ പുനഃസ്ഥാപിക്കുമെന്ന് അധികാരികൾ പറഞ്ഞു. ഇത്രയുമാണ് ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ദെൻ അതിൻ്റെ താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എബൌട്ട്? ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്തിനെക്കുറിച്ചാണ്? ഫ്ലഡ് അല്ലേ, വെള്ളപ്പൊക്കത്തെക്കുറിച്ചുള്ള ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന് താഴെയായിട്ട് ഒരു കൊളാഷ് ഉണ്ട്. ഹിയർ ഈസ് എ കൊളാഷ് മെയ്ഡ് ഓഫ് ന്യൂസ് ഹെഡ്ലൈൻസ്. റീഡ് സം ഓഫ് ദി ഹെഡ്ലൈൻസ്. വാട്ട് ഈസ് ദ കൊളാഷ് അബൌട്ട്? ഈ കൊളാഷിലുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ടുകളൊക്കെ ഹെഡിങ്ങുകളൊക്കെ വായിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് എന്തിനെക്കുറിച്ചാണ് എന്നുള്ളത് പറയുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു ആക്ടിവിറ്റി ഉണ്ട്. കളക്ട് എ ഫ്യൂ ന്യൂസ് ഹെഡ്ലൈൻസ് റിലേറ്റഡ് ടു എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ആൻഡ് പേസ്റ്റ് ദം ഇൻ യുവർ നോട്ട്ബുക്ക് ടു മേക്ക് എ കൊളാഷ് ഓഫ് യുവർ ഓൺ. ഇതുപോലെയുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ടുകൾ, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, പരിസ്ഥിതി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ന്യൂസ് പേപ്പർ റിപ്പോർട്ടുകൾ കളക്ട് ചെയ്യുക. എന്നിട്ട് ഒരു കൊളാഷ് ഇതുപോലെ നിങ്ങൾ നിർമ്മിക്കുക. യു മേ ഇൻക്ലൂഡ് പിക്ചേഴ്സ് ഓൾസോ ടു മേക്ക് ഇറ്റ് മോർ കളർഫുൾ. നിങ്ങൾക്ക് ഹെഡ്ലൈൻസ് മാത്രമല്ല ന്യൂസ് പേപ്പറിലുള്ള പിക്ചേഴ്സും യൂസ് ചെയ്യാം. നിങ്ങളുടെ കൊളാഷ് കൂടുതൽ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസൊക്കെ എന്തിനെക്കുറിച്ചുള്ളതാണ്? എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിനെ കുറിച്ചുള്ളതാണ് അല്ലേ. വാട്ടർ പൊല്യൂഷൻ, പ്ലാസ്റ്റിക് ഫൗണ്ട് ഇൻ സ്റ്റൊമാക്, അതെല്ലാം വയറിനകത്ത് പ്ലാസ്റ്റിക് കണ്ടെത്തി എന്നുള്ള റിപ്പോർട്ടുകൾ ഒക്കെ നമ്മൾ ഒരുപാട് തവണ പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം എന്തിനെക്കുറിച്ചിട്ടുള്ളതാണ്? പരിസ്ഥിതി പ്രശ്നങ്ങൾ, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിനെ കുറിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ ഈ ഒരു ഭാഗം. എല്ലാവരും നന്നായി പഠിക്കുക. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.